ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടു നാം മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടു നാം പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യയുഗങ്ങൾ പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യയുഗങ്ങൾ. ആയിരം ദൂതന്മാർ ശുശ്രൂഷ ആയിരം ദൂതന്മാർ ശുശ്രൂഷ ലഭിക്കുമെന്റെ പ്രിയനുമായി വാഴും സമയം ലഭിക്കുമെന്റെ പ്രിയനുമായി വാഴും സമയം. നിത്യാനന്ദത്താലൻ ഹൃദയമാതിരം നിത്യാനന്ദത്താലൻ ഹൃദയമാതിരം കവിഞ്ഞൊഴുകും വന്നതി പോൽ ബഹുദൂരമായി കവിഞ്ഞൊഴുകും വന്നതി പോൽ ബഹുദൂരമായി. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ. കാന്തനും കാന്തയും കല്യാണശാലയിൽ കാന്തനും കാന്തയും കല്യാണശാലയിൽ എണ്ണമില്ലാത്ത ശുദ്ധർ മധ്യേ വാഴും ചന്തമായി എണ്ണമില്ലാത്ത ശുദ്ധർ മധ്യേ വാഴും ചന്തമായി. ലഭിക്കുമന്നേനിക്കസംഖ്യ നിക്ഷേപം ലഭിക്കുമന്നേനിക്കസംഖ്യ നിക്ഷേപം പ്രമോദമായി വാണിടും ഞാൻ യുഗായുഗങ്ങളായി പ്രമോദമായി വാണിടും ഞാൻ യുഗായുഗങ്ങളായി. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ഈ കാലങ്ങളിൽ പഠിച്ചു തുടങ്ങിയത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഉപമകളാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം എടുത്തു വെച്ച് 11 മുതലായിരിക്കുന്ന വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനൊന്ന് ഓടിച്ചു പറയാം, എന്നാലേ നിങ്ങൾക്ക് ആ പശ്ചാത്തലം പിടികിട്ടുകയുള്ളൂ. ഒരപ്പന് 2 മക്കള്. വേദത്തിൽ പറയുന്നത് മൂത്തവൻ ഇളയവൻ. ഇളയവൻ
ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അല്പം തല്ലിപ്പിളിയനെ പോലെയാ. അവന് അപ്പൻ്റെ വരുതിയിൽ നിൽക്കൊന്നും ഇഷ്ടമല്ല. ഈ പ്രാർത്ഥനയും ഉപദേശവും അപ്പം പറഞ്ഞതൊക്കെ കേട്ടുള്ള ജീവിതം എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ കൂട്ടുകാരൊക്കെ നല്ല സുഖിച്ച് പൊളച്ച് ആഡംബരത്തോടെ നടക്കുന്നു. എനിക്ക് എന്തുമാത്രം നിബന്ധനകളാണ്. എനിക്കിവിടെ ഒതുങ്ങിക്കൂടി നിൽക്കാൻ പറ്റുകയില്ല. അപ്പൻ്റെ അടുക്കലേക്ക് നല്ല തൻ്റെ ഇടത്തോടെ കടന്നു ചെന്നിട്ട് പറഞ്ഞു, ഞാൻ 2 ആമക്കളിലേ ഉള്ളൂ, എനിക്കുള്ള വിഹിതം ഇങ്ങ് തന്നേര്. മക്കൾക്കൊരവകാശം ഉണ്ടല്ലോ, അത് ചോദിച്ചു മേടിച്ചു, കരുത്തോടെ ചോദിച്ചു മേടിച്ചു. അതെല്ലാം കയ്യോടെ വിറ്റു പറക്കി പെട്ടി നിറച്ച് രൂപയായിട്ട് ലോകത്തിലേക്ക്, വിശാലമായ ലോകത്തിലേക്ക് വലിയ സ്വപ്നങ്ങളുമായിട്ട് ഇറങ്ങി. ധാരാളം കൂട്ടുകാർ എല്ലാം തിന്ന് കുടിച്ച് മേളിച്ച് നടന്നു. വേശ്യമാരുടെ അടുക്കൽ പോലും പോയി മദ്യപിച്ച് നടന്നു. പണം ഇങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞ് അവസാനത്തെ നോട്ട് പോലും തീർന്നു. പട്ടിണിയായി. ഇച്ചിരി കഞ്ഞി കിട്ടാൻ മാർഗമില്ലാണ്ടായി. നോക്കിയപ്പോൾ ഒരു വീട്, സാമാന്യം സമ്പന്നമായൊരു കുടുംബം. അവിടെ ചെന്നു, എനിക്ക് എന്തെങ്കിലും ഇച്ചിരി കഞ്ഞി തരാമോ? അല്ല മോനെ, ഈ പോകുന്നവർക്കൊക്കെ വെറുതെ കഞ്ഞി കൊടുക്കാൻ ഒക്കില്ല, വല്ലതും പണിയെടുത്തു കഴിഞ്ഞാൽ. എന്താ പണി? ഇവിടെ ആകെ ഒരു പണിയേ ഉള്ളൂ, പന്നികളെ മേയ്ക്കുക. ഇവൻ യഹൂദന്മാർക്ക് പന്നികൾ എന്ന് പറയുന്നത് നിശ്ചിതമാണ്. ഏറ്റവും നീചമായ പണി, അന്നത്തെ കാലത്ത് ഏറ്റവും നീചമായ പണി, ഏറ്റവും ലജ്ജാകരമായ പണി. ഈ പന്നികളെ മേച്ചിട്ട് വന്നാൽ നിനക്ക് എന്തെങ്കിലും തരാം. എന്ത് പണിയാണെങ്കിലും വേണ്ടില്ല, വയറ് കത്തി വേദനിക്കുകയാണ്. അവൻ പന്നികളെയൊക്കെ മേച്ച് ഒരല്പം കഞ്ഞി ഏതാണ്ട് കിട്ടി. അവന് വിശപ്പ് മാറിയില്ല. പിന്നെ അവൻ പന്നിക്ക് കൊടുത്തതായ ആ തീറ്റയുണ്ടല്ലോ, ഒരു നേരം പയറും എല്ലാം കൂടെ കൂടി വൃത്തികെട്ട സാധനം, പന്നികൾക്കല്ലേ കൊടുക്കുക, കന്നുകാലിക്ക് കൊടുക്കുന്ന പോലും അല്ല. ആ പന്നി തിന്നുന്നതിൻ്റെ ഇടയ്ക്കെന്ന് അവൻ വാരി തിന്നാനായിട്ട് തുടങ്ങി. മുതലാളി കാണുന്നുണ്ടോ പോലും, പന്നിക്ക് കൊടുത്ത് ഇവൻ തിന്നാൽ അവന് തല്ല് കിട്ടും. മുതലാളി കാണുന്നുണ്ടോ നോക്കി അത് വാരി തിന്നു, അതുപോലും കിട്ടിയില്ല എന്ന് വേദവസനം. വലിയ വിശപ്പായി. ഞാൻ നശിക്കുകയാണ്. അവൻ്റെ അപ്പൻ്റെ വീടിനെ കുറിച്ച്, വേലക്കാർ പോലും തിന്ന് ശേഷിപ്പിക്കുന്നു, ഞാനിവിടെ പട്ടിണി കിടന്ന് ചാവാൻ തുടങ്ങുന്നു. അപ്പൻ്റെ വീട്ടിലേക്കൊന്ന് പോയാലോ? ആലോചിച്ചു, ഇവിടെ കിടന്ന് ഏതായാലും ചത്തുപോകും. അപ്പൻ്റെ വീട്ടിലേക്ക് അവൻ തീരുമാനത്തോടെ എഴുന്നേറ്റ് പോയി. അവനാകെ നഷ്ടപ്പെട്ടത് എല്ലാം നഷ്ടപ്പെട്ടു. ആരോഗ്യം നഷ്ടപ്പെട്ടു, അവൻ്റെ ഭാവി നഷ്ടപ്പെട്ടു, അവൻ്റെ പണം മുഴുവനായിട്ട് തീർന്നു, വസ്ത്രം മുഴുവൻ തീർന്നു, അഭിമാനമൊക്കെ പോയി. ഒരു കാര്യം നഷ്ടപ്പെടാനുണ്ട്, അപ്പൻ്റെ സ്നേഹം മാത്രം. എങ്ങനെ അപ്പൻ സ്വീകരിക്കുമെന്നറിയാൻ വയ്യ. പക്ഷെ ഇവൻ ഓടിച്ചെന്നു. അങ്ങനെ അപ്പന് മനസ്സിലായി, കാര്യം വികൃത രൂപമാണ്, ചെളി പറ്റി കീറിയതായ ആകെ ഒരു വസ്ത്രമേ ഉള്ളൂ. അപ്പൻ വന്ന് കെട്ടിപ്പിടിച്ച് വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. നല്ല ഒരു മൃഗത്തെ കൊന്നു, മൃഷ്ടാന്നമായ ഇറച്ചിയൊക്കെ കൂട്ടി ഭോജനമൊക്കെ കൊടുത്തു, ഭക്ഷണമൊക്കെ കൊടുത്തു. വീടടക്കം ആനന്ദിച്ചു തുടങ്ങി, സന്തോഷമായി. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മുടിയൻപുത്രൻ ഇറങ്ങിപ്പോയി, ധൂർത്തപുത്രനായി നശിപ്പിച്ചു. അവൻ മടങ്ങി വന്നു, സ്നേഹമുള്ള പിതാവ് അവനെ കൈക്കൊണ്ടു. ഈ മൂത്ത പുത്രന് പുറമെ പാപമൊന്നുമില്ല. വേദപുസ്തകത്തിൽ 2 ചിത്രങ്ങളെ കാണിക്കുന്നത്. ഒന്ന്, പ്രകടമായ പാപത്തിൽ പോയതായ ഇളയ മകൻ. മറ്റേ പ്രവൃത്തിയിലൊന്നും പാവമില്ലാതെ സാമാന്യം മര്യാദക്കാരനായി ജീവിക്കുന്ന, പരീശന് തുല്യം ജീവിക്കുന്നതായ, പുറമേ ഭക്തനായ മര്യാദക്കാരനായ മൂത്ത സഹോദരൻ. അവൻ്റെ തനിനിറം വെളിപ്പെട്ടത് എപ്പോഴാ? ഈ ഇളയ മകൻ മടങ്ങി വന്നു, വീട്ടിൽ അപ്പൻ സ്വീകരിച്ചു, സന്തോഷത്തോടെ സൽക്കരിച്ചു. അതവൻ ഇഷ്ടമായില്ല. വേശ്യമാരോട് തിന്നുകുടിച്ച് അപ്പൻ്റെ സ്നേഹമുള്ള ഹൃദയം പിച്ചി ചീന്തി ഇറങ്ങിപ്പോയി. മകൻ വന്നപ്പോൾ ഇത്രമാത്രം കോലാഹലം. ഞാനിവിടെ നിന്നിട്ട് ഇവരാടിനെ എനിക്ക് തിന്നാൻ തന്നില്ലല്ലോ. മകന് നീ ഇവിടെ ഇല്ലേ? ഇവിടെ ഉള്ളതെല്ലാം നിനക്കല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ പറയുന്നേ? അവന് തീരെ ഇഷ്ടമായില്ല. ഈ അനിയൻ വീട്ടിൽ നിൽക്കുമ്പോൾ മൂത്ത മകൻ പുറത്തേക്ക് പോയി. ദൂരെയൊന്നുമല്ല, ഉടനെ അപ്പൻ ഇറങ്ങി വന്ന്, മോനെ നീ എന്തിനാ വെളിയിൽ നിൽക്കുന്നത്? ഞങ്ങളുടെ സന്തോഷത്തെ പങ്കുചേര്. വേലക്കാർക്കെല്ലാം സന്തോഷമായി, എനിക്ക് വലിയ സന്തോഷമായി, എല്ലാവരും സമൃദ്ധിയായ ഭക്ഷണം കഴിക്കുന്നു. നീ ഇവിടെ മാറി നിൽക്കണമെന്ന്, നീയും കൂടെ വന്ന് മേശയിലിരുന്ന് ഭക്ഷണം കഴിച്ച് എന്നെ കിട്ടുകയില്ല. അവൻ പുറത്താണ്. എന്നിട്ട് അവസാനം പറയുന്നൊരു കാര്യം, പാപി മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നു,
ദൈവം സന്തോഷത്തോടെ സ്വീകരിച്ചു, പിതാവാൻ ദൈവം. എന്നാൽ മാനസാന്തരം ആവശ്യമില്ല എന്ന് തോന്നിയ മര്യാദക്കാരനാണ് എന്ന് ധരിച്ചതായി മുടിയൻ പുത്രന്റെ ജ്യേഷ്ഠ സഹോദരൻ പുറത്ത് നഷ്ടപ്പെട്ടു പോയി. ഉപമ അവസാനിക്കുമ്പോൾ വീടിനകത്തല്ല, പുറത്താണ്. ഇളയ മകൻ അകത്തും, പുറത്തുണ്ടായിരുന്നവൻ അകത്തും, അകത്തുണ്ടായിരുന്നവൻ പുറത്തുമായി. നിങ്ങൾക്ക് മനസ്സിലായോ? മാനസാന്തരപ്പെടുന്ന ഒരു പാപിക്ക് സ്വർഗം സന്തോഷം നൽകും. നിങ്ങളുടെ കൂട്ടത്തിൽ രണ്ടു കൂട്ടരുണ്ട്. പ്രകടമായ തെറ്റിലേക്ക് പോകുന്നവരുണ്ട്, അതേസമയത്ത് പള്ളിഭക്തിയും മര്യാദക്കാരുമായിട്ട് വീട്ടിൽ ഒരുമാതിരി അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നവരുണ്ട്. പക്ഷെ ദൈവം അകത്താണ് നോക്കുന്നത്. നഷ്ടപ്പെട്ടു പോയി മരിച്ചു എന്ന് വിചാരിച്ചതായി ഇളയ മകൻ തിരിച്ചു വന്നപ്പോൾ സന്തോഷിക്കേണ്ടതിന് പകരം അവന് ഇഷ്ടക്കുറവാകുന്നത്. എന്താണ് അവന്റെ മനസ്സ്? സ്നേഹത്തിന്റെ കണികയില്ലാത്ത മൂത്ത സഹോദരൻ, മാനസാന്തരത്തിന് ആവശ്യമില്ലാത്ത, കുറ്റബോധമില്ലാത്ത, പരീശതുല്യനായി നശിക്കുന്നതായ മൂത്ത സഹോദരൻ. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലിയാണ് സ്വർഗത്തിലെ സന്തോഷം. അത്തരം കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല? രണ്ട് വ്യത്യസ്ത അവസ്ഥകൾ. ഒന്ന്, രണ്ട് മക്കൾ, മൂത്ത മകൻ, ഇളയ മകൻ. രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങൾ. അവരുടെ പ്രത്യേകത എന്താ? മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്ന പാപി, മാനസാന്തരപ്പെടാത്ത സ്വയം നീതിമാൻ. രണ്ടുപേര്. ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്ന പാപി, മാനസാന്തരം ആവശ്യമില്ലാത്ത നീതിമാൻ. രണ്ട് യാത്രകൾ. 15:13 വായിച്ച്. സകലതും സ്വരൂപിച്ച് വീട് വിട്ട് ദൂരത്തേക്ക് പോകുന്ന ഒരു യാത്ര. ഇളയ മകൻ ധൂർത്തപുത്രൻ വീട്ടിലായിരുന്നു. അവൻ സകലതും സ്വരൂപിച്ച് വീട് വിട്ട് വീടിന് പുറത്തേക്ക് പോകുന്ന യാത്ര. 15-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായി പോയതിനു ശേഷം അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നതായ യാത്ര. രണ്ട് യാത്രകൾ, രണ്ട് മക്കൾ, രണ്ട് സ്വഭാവം. രണ്ട് യാത്ര. വീട്ടിന് പുറത്തേക്കുള്ള യാത്ര, നാശത്തിലേക്ക്. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വരുന്ന യാത്ര, ദൈവസന്നിധിയിലേക്ക് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നു. മൂന്നാമത്തെ രണ്ട് കാര്യങ്ങൾ, രണ്ട് പ്രാർത്ഥനകൾ ഈ ഉപമയിൽ കാണാം. രണ്ട് പ്രാർത്ഥനകൾ. ഒന്ന്, ഇളയ മകൻ അപ്പനോട് എന്താണ്? അപ്പ, വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണം. ഗീവ് മീ. വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണം. അതുകൊണ്ട് പോയി എല്ലാം നശിപ്പിച്ചു. അവൻ തിരിച്ചു വന്ന അപ്പനോട് പറയുന്നത് പോലെ, എന്നെ ആക്കണമേ, കൂലിക്കാരിൽ ഒരുത്തനെ പോലെയെങ്കിലും എന്നെ ഒന്ന് കൈക്കൊള്ളണമേ, എനിക്ക് തരാനുള്ളത് തരണമേ എന്നുള്ളതായ ഒരു അപേക്ഷ. ഗീവ് മീ. മടങ്ങി വന്ന് മേയ്ക്ക് മീ, എന്നെ വീട്ടിലൊന്ന് കൈക്കൊള്ളണം. 15:17. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചാൽ ശേഷിപ്പിക്കുന്നു? ഒന്ന്, സമൃദ്ധിയുടെ അനുഭവം. വേലക്കാര് പോലും, കൂലിക്കാര് പോലും, വീട്ടിൽ പണിയെടുക്കുന്നവർ പോലും തിന്ന് ശേഷിപ്പിക്കുന്ന സമൃദ്ധിയുടെ അനുഭവം വീട്ടിൽ. പിന്നെ അതിന്റെ താഴേക്ക് വായിച്ച്, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. മുഴുപട്ടിണിയുടെ അനുഭവം. ഒന്നും തിന്നാൻ കിട്ടാത്തതായ അനുഭവം. രണ്ട് അനുഭവങ്ങൾ. ഒന്ന്, സമൃദ്ധിയുടെ അനുഭവം. രണ്ട്, പട്ടിണിയുടെ അനുഭവം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ആദ്യം നിറഞ്ഞവൻ, പിന്നീട് ഒഴിഞ്ഞവൻ. അപ്പന്റെ വീട്ടിൽ ഒന്നിനും കുറവില്ലാതെ ധനസമൃദ്ധിയുടെ പാരമ്യത്തിൽ, മനോഹരമായ ഒരു ഭവനത്തിൽ ഭക്ഷണവും അപ്പന്റെ സ്നേഹവും ആസ്വദിച്ച് സന്തോഷത്തോടെ ആഡംബര വിഭൂഷിതനായി മൃഷ്ടാന്ന ഭോജനം കഴിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുമുഖനായി ജീവിച്ചതായ ഒരു വ്യക്തി. സമൃദ്ധിയുടെ അനുഭവം. ഇപ്പൊ പട്ടിണിയുടെ ഇടയ്ക്ക് പന്നികളുടെ ചെളിക്കുണ്ടിൽ കിടക്കുന്ന ഒരു വ്യക്തി. ദൈവമക്കളെ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യം, ദൈവത്തോടു കൂടെയുള്ള വാസത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകരുത്. സമൃദ്ധിയാണ് അപ്പനോട് കൂടെ. നിറഞ്ഞ സ്നേഹം, നിറഞ്ഞ സന്തോഷം, നിറഞ്ഞ സമാധാനം. ദൈവമക്കളെ, ഞങ്ങൾക്കൊക്കെ രോഗമൊക്കെ ഉണ്ട്, ക്ഷീണമുണ്ട്, പല പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സകല ബുദ്ധിയെയും കവിയുന്നൊരു സ്വർഗീയ ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നുണ്ട്. ഞാൻ പങ്കുവാക്ക് പറയുകയല്ല, നിങ്ങൾ ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ അനുഭവ പാഠമല്ലേ. ഏറ്റവും വലിയ പുസ്തകം എന്ന് പറയുന്ന അനുഭവ പുസ്തകമാണ്. പട്ടിണി കിടന്നൊരു സമയം ഉണ്ടായിരുന്നു. ഏതിന്? സ്നേഹത്തിന്.
സമാധാനത്തിന്, അല്പം ആശ്വാസം കിട്ടാൻ എന്താ മാർഗം വിചാരിച്ച് നടന്ന സമയമുണ്ടായിരുന്നു. ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ സമാധാനവും സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. 47 വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്ന് ഇതുപോലെ വചനം കേട്ടു. ഉടനെ ഉത്തരനായിരുന്നു ഞാൻ മടങ്ങി വരാൻ തീരുമാനിച്ചു. എന്ത് ആശ്വാസമായി, എന്ത് സന്തോഷമായി, എന്തൊരു ഉല്ലാസമായി. നിങ്ങളാരെങ്കിലും ഇപ്പോൾ മുഴുപട്ടിണിയിലാണോ? ഒരു സ്നേഹം കിട്ടാൻ കൊതിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഞാൻ പറയുന്നത് സാമ്പത്തികമായി പോലും ഞെരുങ്ങുന്നവരാരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്വസ്ഥതയില്ലാതെ വലയുന്ന ആരെങ്കിലും ഉണ്ടോ? ഉറക്കമില്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനിതൊക്കെ അനുഭവത്തിൽ നിങ്ങളോട് പറയും. നിങ്ങളുടെ പദവിയോ നിങ്ങളുടെ സമ്പത്തോ സ്റ്റാറ്റസോ നിങ്ങളുടെ സൗന്ദര്യമോ ഒന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ആരെയും സ്നേഹിക്കുന്നൊരു ഹൃദയം ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആർക്കും രക്ഷപ്പെടാം. നല്ലൊരു ഭാവി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക്, സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരാം. അതിന് പറ്റിയ സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എന്താ സ്ഥലം? സമാധാനം ഒഴുക്കി തരുന്ന കർത്താവായ യേശുക്രിസ്തു ആകുന്ന സമാധാന പ്രഭു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 1-2 വ്യത്യസ്ത അനുഭവങ്ങൾ. സമൃദ്ധിയുടെ അനുഭവം, നിറവിൻ്റെ അനുഭവം. 2 മുഴുപട്ടിണിയുടെ അനുഭവം, ഒഴിഞ്ഞതിൻ്റെ അനുഭവം. നിറഞ്ഞവനും ഒഴിഞ്ഞവനും. 5-ാമത്തെ കാര്യം, അപ്പൻ 2 തവണ വീടിന് പുറത്തേക്ക് വന്നു. 15-20 വായിച്ച്. 15-20. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഇപ്പൊ എന്തിനാ ഇറങ്ങിയത്? അപ്പൻ വീട്ടിൽ നിന്ന് പറഞ്ഞ് എന്തിനാ ഇറങ്ങിയത്? മടങ്ങി വരുന്നതായ മകനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവരാൻ. ഇളയ മകനെ സ്വീകരിക്കാൻ അപ്പൻ വീടിന് പുറത്തേക്ക് വന്നു. ഈ ഇളയ മകൻ അകത്ത് വന്ന് സന്തോഷത്തിന്റെ സദ്യയിൽ ആസ്വദിക്കുന്ന സമയത്ത് മൂത്ത മകൻ വീട് വിട്ടിറങ്ങി. പക്ഷേ 15-28 വായിച്ച്. അപ്പൻ ആദ്യം ഇറങ്ങിയത് മടങ്ങി വന്നതായ മുടിയൻ പുത്രനെ സ്നേഹത്തോടെ ചുംബനം കൊടുത്ത് സ്വീകരിച്ച് കയറ്റിക്കൊണ്ടുവരാൻ. രണ്ടാമതേതാ? 15-28 വായിച്ച്. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കിടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പോൾ മൂത്ത മകൻ കോപിച്ച് അകത്ത് കിടക്കാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. രണ്ടാമത് പുറത്തു വന്ന് എന്തിനാണ് അപ്പൻ? മൂത്ത മകനോട് അകത്ത് വരാൻ ക്ഷണിക്കാൻ. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ. ആദ്യം പുറത്തു വന്നത് ഇളയ മകൻ മടങ്ങി വന്നപ്പോൾ സ്വീകരിക്കാൻ. രണ്ടാമത് പുറത്തു പോയ മൂത്ത പുത്രനെ അകത്തേക്ക് ക്ഷണിക്കാൻ. വന്നില്ല കേട്ടോ, വന്നില്ല. ഞാനിത് ഓരോ കാര്യം പറയുമ്പോൾ വലിയ കൊതിയോടെയാണ് നിങ്ങൾ പറയുന്നത്. അപ്പൻ ഇറങ്ങി വരിക നിങ്ങളുടെ അടുക്കലേക്ക്. സ്നേഹവാനായ കർത്താവായ യേശുക്രിസ്തു ഇറങ്ങി വരികയാണ്. ഇവിടെ അപ്പൻ എന്ന് പറയുന്ന നല്ലവനായ യേശുവാണ്. പാപികളെ തേടി വന്ന യേശുവാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്ത് പറയുന്നു? ഇന്ന് മടങ്ങി വരവിൻ്റെ ദിവസമാക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മടങ്ങി വരവിൻ്റെ നിങ്ങളെ വാടി വിളിക്കുകയാണ്. യേശുവിന് പകരം എൻ്റെ നാവിൽ കൂടി ഈ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന് വഴിതെറ്റിപ്പോയി യുവാക്കന്മാരിത് കേൾക്കുന്നില്ലേ? നിങ്ങൾ 1 അടി മുന്നോട്ട് വരുമ്പോൾ 10 അടി ഓടി വരുന്ന സ്നേഹമുള്ള ഒരു അപ്പനുണ്ട്. എന്ത് കൊതിയാണെന്നറിയാമോ? നിങ്ങളെ ക്ഷണിച്ച് ചുംബനം തന്ന് കെട്ടിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരാൻ. നിങ്ങൾ എന്ത് പറയുന്നു? ഇനി പന്നികളുടെ കൂടെ പോകണമോ? ഇനി മദ്യത്തിൻ്റെ ലഹരിയിൽ പോകണമോ? കഞ്ചാവിൽ കിറങ്ങി നടക്കണമോ? വൃത്തികെട്ട പ്രേമബന്ധത്തിൽ ലൈംഗികമായിരിക്കുന്ന അവിഹിതമായ മ്ലേച്ഛതകളിൽ നിങ്ങൾ പോയി നശിക്കണമോ? വഴക്കും വക്കാണവും വൃത്തികെട്ടതായ ബ്ലൂബിലും ഒക്കെ കണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കി പിശാചിന്റെ കളിപ്പാവയായി മാറണമോ? അപ്പൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. യേശു നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ ചേർക്കാനാണ്. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ ചേർക്കാൻ സ്വർഗം ഇറങ്ങി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ചുംബനം തന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചതായ ആ രംഗത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇത് യേശുവിനോട് കടപ്പാടുണ്ട്. ആ സ്നേഹം നിങ്ങളെ അനുഭവിച്ചുകൊണ്ട് ക്ഷണിക്കുകയാണ്. നാശത്തിൽ നിന്ന് വീണ്ടെടുപ്പിലേക്ക് മടങ്ങി വരണം.
നരകത്തിൽ നിന്ന് സ്വർഗാവകാശത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് സമ്മതമാണ്. കർത്താവിനോട് നിങ്ങളുടെ ഉള്ളത്തിന്റെ ഭാഷയിലെന്ന് പറഞ്ഞ്, കർത്താവേ, ഇന്ന് എന്നെ സ്വീകരിക്കണമേ, ഇന്ന് ഞാനിതാ മടങ്ങി വരുന്നു, എന്നെ ഒന്ന് കൈക്കൊള്ളണമേ. അപ്പാ, സ്വർഗത്തോടും നിന്നോടും വിരോധമായി ഞാൻ പാപം ചെയ്തു, നന്ദിയോടെ സ്തോത്രം. നിങ്ങൾക്കൊന്ന് മടങ്ങി വരാമോ? അപ്പൻ സ്വീകരിക്കും, നന്ദിയോടെ സ്തോത്രം. ആറാമത്തെ കാര്യം എന്താണ്? രണ്ടുവിധ ആഹാരങ്ങൾ, രണ്ടുവിധ ആഹാര വിഭവങ്ങൾ. 15-16 വായിച്ച്. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. ഒന്നേനാ പന്നി എന്ന് പറഞ്ഞ അറിയാൻ പാടില്ലേ? പോർക്ക്, വൃത്തികെട്ടതല്ലേ അത്. ഈ മണ്ണും ചെളിയെല്ലാം അതിൻ്റെ ഈ മുഖം കൊണ്ടല്ലേ ഇങ്ങനെ കുഴിച്ചു മാന്തി, ആ മുഖം കൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. എത്ര പന്നികളെല്ലാം കൂടെ തിന്നുന്ന ഒരു പാത്രത്തിൽ എന്തോരം ചെളിയും, അതിനകത്തൊന്നും വിഷയമല്ല, ചെളി കിടന്ന് കുളിക്കുന്നതല്ലേ പന്നി. ആ വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്നതായ ആ പയറും അതെല്ലാം കൂടെ കൂടിയതായ ആ ചീത്ത ഭക്ഷണത്തിന് പോലും കൊതിച്ചിട്ട് കിട്ടിയില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. പന്നി തിന്നുന്ന വാളവരെ കിട്ടാത്തതായ ഒരു വിഭവം പന്നികളുടെ ഭക്ഷണം. മറ്റേ ഭക്ഷണം ഏതാ? 15-21 വായിച്ചേ. തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പിൻ. ദൈവത്തിനോ സ്തോത്രം. ഇപ്പൊ അവൻ എവിടെയായിരിക്കണേ? ഹല്ലേലൂയ. മടങ്ങി വന്നാലത്തെ അനുഭവം. ഇപ്പൊ അപ്പനോട് ചേർന്ന് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് മേശയിൽ വിഭവങ്ങളെല്ലാം വിളമ്പി അതിനു മുമ്പിൽ ഇരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയ ദൈവങ്ങളെ, ഒരു സമയത്തെ അവസ്ഥ പന്നികളുടെ ഇടയിൽ വൃത്തികെട്ട വാളവരയ്ക്ക് വേണ്ടി കൊതിച്ചിട്ട് കിട്ടാത്തതായ വാളവര അനുഭവം. മറ്റൊന്ന് മേശയിൽ ഇറച്ചിയും ഭക്ഷണങ്ങളും സമൃദ്ധിയുടെ അനുഭവം. ആത്മീയമായും ഭൗതികമായും വലിയ അർത്ഥം അതിനകത്തുണ്ട്. ദൈവമക്കളെ, പട്ടിണിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് നയിക്കുന്നതായ നല്ലവനായ ദൈവം. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, യഹോവയിലേക്ക് തിരിഞ്ഞാൽ ആ അഭിവൃദ്ധി ഉണ്ടാകും കേട്ടോ. നിങ്ങൾ വളരും, നിങ്ങളെ ദൈവം ഉയർത്തും. അറ്റ് ദി ടോപ്പ്, നോട്ട് അറ്റ് ദി ബോട്ടം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തലയാകും, വാലാകുകയില്ല. വളർത്തി 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 എടുക്കും. ഞാൻ വിദേശത്തൊരു സ്ഥലത്ത് നിന്ന് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അന്ന് എന്നോട് പറഞ്ഞില്ല, ആ വീട്ടിലെ ആളാണ് അന്ന് അവിടെ സാക്ഷ്യം പറഞ്ഞത്. അന്യദേശം ഏതാ ഞാൻ പറയുന്നില്ല. അപ്പോ ആ വ്യക്തി പറഞ്ഞു, ഞാൻ കിടക്കയിൽ ആദ്യമായിട്ട് കിടക്കുന്നത് കോലഞ്ചേരി മെഡിക്കൽ മിഷനിലെ ആശുപത്രിയിൽ അപ്പനെ കാണിക്കാനായിട്ട് വന്നതിന് ശേഷം അതിൻ്റെ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് വന്നിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞാൽ ചെല്ലണ്ടേ. അങ്ങനെ ചീട്ടെഴുതി ഏതോ ആവശ്യത്തിന് പിന്നീട് ചെല്ലണം. അപ്പോൾ കുറേ സമയമുണ്ട്. എൻ്റെ അടുത്തേക്ക് വന്നു. ഇച്ചിരി കാശും കൂടെ ചോദിക്കാനാണ്. കാരണം മരുന്നിനെ കുറിച്ച് കിട്ടി ആ കാശില്ല മേടിക്കാനായിട്ട്. അപ്പോൾ സമയമുണ്ടല്ലോ, തിരിച്ചു പോയി രണ്ടാമത് ആശുപത്രിയിലേക്ക് ചെല്ലേണ്ടതായ സമയം. അപ്പോൾ എൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ തൊട്ടടുത്തുള്ളതായ ആ വാതിലിൽ നിന്ന് കയറാവുന്നതായ ഓഫീസ് റൂമിൽ ഒരു കിടക്കയിൽ ഒരു ഇത്. അപ്പോൾ കിടന്നു, ഇവിടെ കിടന്നു, ഇനി 2-3 മണിക്കൂർ കഴിഞ്ഞ് പോയാൽ 12:30 പോയാൽ മതി, അവിടെ കിടന്നോളാൻ പറഞ്ഞു. ഞാനതൊന്നും ഓർക്കണില്ല. ആ വിദേശ സാക്ഷ്യം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കിടക്കയിൽ കിടക്കുന്ന ഈ സാറിൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ ഞെട്ടിപ്പോയി. സാറേ, സാറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ സാറിൻ്റെ ഭാര്യ ഇവിടെ കിടന്നോ വെച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ കിടത്തി. ഞാനൊരു കിടക്കയിൽ ആദ്യമായിട്ട്, കട്ടിലില്ല വീട്ടിൽ, തറയിലാണ്, ഞാൻ കിടക്കയിൽ ആദ്യമായിട്ട് കിടക്കുന്ന സാറിൻ്റെ വീട്ടിൽ വന്നു. അവനിപ്പോൾ ആരാണ്? വിദേശത്ത്. ഹല്ലേലൂയ, ദൈവത്തിന് ഉന്നതമായ നിലവാരത്തിലാണ്. ഞാൻ 10 രൂപർക്ക് അന്ന് ഇച്ചിരി മരുന്ന് മേടിക്കാൻ കാശ് കൊടുത്ത് ശരിയാണ്, പക്ഷെ സ്വർഗഭണ്ഡാരം തുറന്നു. സ്വർഗഭണ്ഡാരം. നിങ്ങൾക്ക് ഉയരണ്ടേ? ആത്മശരീര മനസ്സുകൾ അഭിവൃദ്ധിയിലേക്ക് വരണ്ടേ? നന്ദിയോടെ സ്തോത്രം. രണ്ട് ജീവിത നിലവാര ആഹാര വിഭവങ്ങൾ. 7ാമത്തെ കാര്യം വായിച്ച്. 2 ജീവിതാവസ്ഥകൾ. 15-30 വായിച്ച്. 15-30. വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഒരവസ്ഥ ഏതാ? വേശ്യമാരോടുകൂടി ജീവിതം ദുർഗന്ധം വമിക്കുന്നതായ അവസ്ഥയിൽ ചെലവഴിച്ചതായ സമയം. വേശ്യമാരോടുകൂടി അന്യദേശത്ത് നടന്നതായ ഒരു ജീവിത രംഗം.
രണ്ട് ജീവിത രംഗങ്ങൾ. ഒന്ന് വേശ്യമാരോടുകൂടി അശുദ്ധിയുടെ മട്ടുകുറ്റി കുടിച്ച് വൃത്തികെട്ടതായി ദുർഗന്ധം വമിക്കുന്ന ജീവിത രംഗം. 15 താഴത്തേക്ക് വായിച്ച്. തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പിൻ, നാം തിന്ന് ആനന്ദിക്കാം. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. നിങ്ങളൊന്ന് കേട്ടത്? ഒന്നെവിടെയാ? ആരുടെ കൂടെയാ? വേശ്യമാരുടെ കൂടെ, പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. ഒരു സ്ത്രീ ശരീരം വിറ്റ് ജീവിക്കുന്ന വൃത്തികെട്ട സ്ത്രീയുടെ കൂടത്തി ആരെല്ലാം എന്തെല്ലാം കയറി ഇറങ്ങിയതായ വൃത്തികെട്ടതായ രംഗത്ത് ഇപ്പോൾ ഇവനും പോയിരുന്നു. പക്ഷെ ഇപ്പൊ എവിടെയാ? സ്വർഗതുല്യമായ സ്നേഹത്തിന്റെ നിറവിൽ അപ്പനോടുകൂടി സമൃദ്ധിയുടെ മേശയിൽ. നിങ്ങൾക്ക് ഏതാ വേണ്ട കുഞ്ഞുങ്ങളെ? നിങ്ങൾക്ക് ഏതാ വേണ്ടത്? ഇന്ന് തിരിയാൻ പാടില്ലേ നിങ്ങൾക്ക്? ആകെ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒന്നും അടങ്ങി വന്നാൽ. അപ്പൻ എഴുന്നേറ്റ് നിൽക്കുന്നില്ല, വ്യക്തമായിട്ട് പറയുന്നു. അപ്പൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. വെറുതെ കെട്ടിച്ചു പോവുകയല്ല. ഇന്ന് അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ഇന്ന് സ്വർഗം കണ്ട ദിവസമാണ്. സ്വർഗം കണ്ട മക്കളെ ദൈവം കൂട്ടിവരുത്തിയിരിക്കുന്ന ദിവസമാണ്. ദൈവത്തിന്റെ സ്തോത്രം. രണ്ട് ജീവിത രംഗങ്ങൾ. വേശ്യമാരോടുകൂടി വൃത്തികെട്ടതായി ദുർഗന്ധം വമിക്കുന്ന ജീവിത സാഹചര്യത്തിൽ ഇപ്പോൾ അപ്പനോടുകൂടി ഒന്നിച്ച് മേശയിൽ സന്തോഷത്തിന്റെ രംഗത്ത്. 8ാമത്തെ കാര്യം എന്താണ്? ആത്മാവിന്റെ 2 അവസ്ഥകൾ. ഒരു വ്യക്തിയുടെ തന്നെ ആത്മാവിന്റെ 2 അവസ്ഥകൾ. ഒന്നേതാ? നിങ്ങൾക്ക് വേഗം മനസ്സിലാകും. 15ന്റെ 24, 32 വായിച്ച്. 15ന്റെ 24, 32. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു. ഈ ആത്മാവിൽ മരിച്ച അവസ്ഥ. അപ്പനെ വിട്ടുപോയി. മരണം എന്ന് പറഞ്ഞാൽ അതാണ്. ശരീരത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ മുടിയൻ പുത്രൻ. ഈ മുടിയൻ പുത്രൻ മടങ്ങി വന്ന് ശാരീരികമായി ജീവനോടെ അപ്പന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ മൂത്ത മകൻ പല പരാതികളുമായി വന്നപ്പോൾ മൂത്ത മകനോട് പറയുന്നതാണ്, ഈ ഇരിക്കുന്ന എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, എനിക്ക് നഷ്ടപ്പെട്ടവനായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത് തന്നെ പറയുന്നു. 32ാമത്തെ വാക്യം വായിച്ച്. 32. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു. ഈ സഹോദരൻ, നിന്റെ ഈ മൂത്ത മകനോട് പറയുകയാണ്, ഈ സഹോദരൻ മരിച്ചവനായിരുന്നു. തുടർന്ന് വായിച്ച്. വീണ്ടും ജീവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴത്തെ അവസര വേണ്ട, ജീവിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണം. ആത്മാവിൽ മരിച്ചു. അപ്പനെ വിട്ടുപോയി, ക്രൂശിനെ വിട്ടുപോയി, യേശുവിനെ വിട്ടുപോയി, വിളക്ക് കെട്ടുപോയി, മരിച്ചുപോയി. ഇപ്പോൾ നിങ്ങൾക്ക് മടങ്ങി വരാമോ? ഹല്ലേലൂയ. കാൽവറിയിൽ ചങ്കുപൊട്ടി ഒഴുകിയ തങ്കച്ച ഓര നിങ്ങൾക്ക് ജീവൻ തരും. ജീവന്റെ ഉറവിടം ക്രിസ്തു അത്ര. നീ മക്കളൊക്കെ പാടും. അതിമനോഹരമായ ഒരു അനുഭവമാണ്. ഞാനതൊക്കെ പറഞ്ഞ അധികം എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വയസ്സനായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ജീവൻ തുടിക്കുന്ന സന്തോഷത്തിലാണ് നിങ്ങളോട് പറയുന്നത്. ഓ, അവനാണ് എൻ്റെ ജീവൻ, അവനാണ് എൻ്റെ ബലം, അവനാണ് എൻ്റെ ശക്തി, അവനാണ് എൻ്റെ ചിരി, അവനാണ് എൻ്റെ സമാധാനം. ഓ, അവനാണ് എൻ്റെ നിത്യജീവൻ. ആത്മാവിൽ ദൈവമക്കൾ തുള്ളിച്ചാടുന്നൊക്കെ പറയുന്നൊരു സത്യമോ ദൈവമക്കളെ? നിങ്ങളൊന്ന് മടങ്ങി വന്ന് നോക്കിക്ക്. ഈ വല്ല പ്രേമിക്കുന്ന പെണ്ണുങ്ങളോ മദ്യത്തിന് ലഹരിയോ കഞ്ചാവിൻ്റെതായിരിക്കുന്നതായ രാസലഹരിയോ ലോകത്തിൻ്റെ കൂട്ടുകെട്ടിൻ്റെതായ മാധുര്യമോ ഒന്നും അല്ല. നിർമ്മലമായ കാൽവറിയിലെ സ്നേഹത്തിന്റെ ചൈതന്യം അംഗത്ത് തുടിക്കുന്നതായ ഒരു അനുഭവം എന്ന് പറയുന്നത് എന്തുമാത്രം വാർദ്ധക്യത്തിലും ശക്തിയും ചിരിയും സമാധാനവും തരുന്നതായ ഒരു സ്വർഗീയമായ അനുഭൂതി നിങ്ങൾക്ക് വേണ്ടേ? മരിച്ച അവസ്ഥ, ജീവിക്കുന്ന അവസ്ഥ. ഇനി വേറെ 2 അവസ്ഥ എന്താണ്? 15ന് 32 വായിച്ച്. ദൈവത്തിന് സ്തോത്രം. നിന്റെ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. അടുത്ത വാക്യം. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ, അതിനു മുമ്പ് ആയിരുന്ന അവസ്ഥ. കാണാതെ പോയ അവസ്ഥ. വീട്ടിലുണ്ടായിരുന്ന മകൻ വീട്ടിലുണ്ടായിരുന്നില്ല, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. കാണാതെ പോയ ആടിന്റെ ഉമ്മയുണ്ട്, നഷ്ടപ്പെട്ടു പോയ ദ്രമ്മയുടെ ഉമ്മയുണ്ട്. ഇവിടെ ഒരു മകനാണ് നഷ്ടപ്പെട്ടത്. ദൈവമക്കളെ, 99 ആട് കൂടുതലുണ്ട്, ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഇതാ മടങ്ങി വന്നു, സന്തോഷമായി. ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തെ വേദനിപ്പിച്ചിട്ടില്ലേ? ഞാൻ അതാ അടുത്ത് പറയാൻ പോകുന്നത്. ഒരു ഭവനത്തിന്റെ 2 അവസ്ഥകൾ. അടുത്തത് ഭവനത്തിന്റെ 2 അവസ്ഥകൾ. 15ന്റെ 24, 25 വായിച്ച്. ഒന്ന് കണ്ണുനീരിന്റെ അവസ്ഥ. രണ്ടാമത്തെ ഏതാണ്? ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു പറഞ്ഞു. അടുത്ത വാക്യം. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ആനന്ദത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് വേഗം മനസ്സിലാകുന്നില്ലേ? പറഞ്ഞത് എന്ത് ലളിതമാണ്. ഹല്ലേലൂയ. ആനന്ദത്തിന്റെ അവസ്ഥ. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ കുഞ്ഞുങ്ങളോട് പറയട്ടെ,
ഒരു കെഞ്ചിക്കൊണ്ട് പറയട്ടെ, മാതാക്കന്മാരെ വേദനിപ്പിച്ച ആരെങ്കിലും ഉണ്ടോ? ദൈവത്തെ വേദനിപ്പിച്ച ആരെങ്കിലും ഉണ്ടോ? അധ്യാപകരെ വേദനിപ്പിച്ച ആരെങ്കിലും ഉണ്ടോ? മടങ്ങി വരാം, മടങ്ങി വരാം. ആശ്വാസം കൊടുക്കണം, ആശ്വാസം കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനത് ഒത്തിരി ഒത്തിരി അനുഭവത്തിൽ നിന്നല്ലേ പറയുന്നത്. എന്തുമാത്രം അനുഭവങ്ങൾ ഈ 19 വർഷത്തിനുള്ള ആത്മീയ രംഗത്ത് കിട്ടി. ഞാനൊരു ദിവസം ഇവിടുന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും ഒരു തള്ള വീട്ടിലിരുന്ന് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അയ്യോ കരച്ചിലുകാരനാ എന്ന് പറയുമ്പോൾ ഒരു മകനേ ഉള്ളൂ, ഇപ്പോൾ ഇച്ചിരി ദൂരെ പഠിപ്പിക്കാൻ വിട്ടതാണ് സാറേ, അവനിപ്പോൾ കഞ്ചാവിനും മദ്യത്തിനും അടിമയാണ്. സ്കൂളിലായിരുന്ന സമയത്ത് 12ാം ക്ലാസ്സിൽ ജയിച്ചതിൻ്റെ ഈ അമ്മ ചെന്നപ്പോൾ ഈ അമ്മ തന്നെ എന്നോട് പറഞ്ഞു, ഈ കൊച്ചിനെ നിങ്ങൾക്ക് കിട്ടിയത് ഭാഗ്യപ്പോൾ ഞങ്ങൾക്ക് പോലും അവനെ കണ്ടു പഠിക്കാൻ തക്കൊണ്ട് നല്ല സ്വഭാവം ഉണ്ടല്ലോ, എങ്ങനെ ഈ കൊച്ചുങ്ങളെ ഇങ്ങനെ വളർത്തിയെടുക്കണമെന്ന് ചോദിച്ചതാണ്. ഇപ്പൊ പോയി. എനിക്കും ആ കൊച്ചിനോട് പറയാനുണ്ടായിരുന്നു, എൻ്റെ മോനെ ഈ പെറ്റ് നല്ല വേദനിപ്പിക്കല്ലേ, മടങ്ങി വരാൻ. നിങ്ങൾ എന്തു പറയുന്നു? നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ദൈവത്തിന് സന്തോഷവും മാതാപിതാക്കന്മാർക്ക് സന്തോഷവും കൊടുക്കാൻ കൊണ്ട് മടങ്ങി വരാമോ? ഭൂമി അവസാനിക്കുമ്പോൾ 2 അവസ്ഥ. എത്ര മക്കളാ? 2 പേര്, മൂത്തവനും ഇളയവനും. നിങ്ങളെന്ന് പറഞ്ഞ്, ഞാൻ പറയണതിന് മുമ്പെന്ന് പറഞ്ഞ്, ഭൂമി അവസാനിക്കുമ്പോൾ ഇളയ മകൻ എവിടെയാ? അകത്ത്, വീടിനകത്ത്. നല്ലവനായിട്ട് ജീവിച്ച മൂത്ത മകൻ എവിടെയാ? വീടിന് പുറത്ത്. അകത്തായിരുന്ന മൂത്ത മകൻ പുറത്തായിരുന്ന ഇളയ മകൻ അകത്ത്. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ കാണുമെന്ന് ധരിച്ച പലരും അവിടെ കാണുകയില്ല, സ്വർഗത്തിൽ കാണുകയില്ല എന്ന് മുദ്ര കുത്തിയ പലരും അവിടെ കാണും. നിങ്ങൾക്ക് എവിടെ പോകണം? സ്വർഗത്തിൽ പോകണ്ടേ? വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. പാപത്തോടും പിശാചിനോടും യാത്ര പറഞ്ഞ് ദൈവത്തിനിലേക്കൊന്ന് മടങ്ങി വന്നാൽ മതി. ഏത് വൃത്തികെട്ട യുവാവിനെയും സ്വീകരിക്കാൻ ദൈവത്തിന് തയ്യാറാണ്. ഞാൻ പറഞ്ഞ വാക്കാണ്, ജീസസ് ക്രൈസ്റ്റ് കെയിം ടു സീക്ക് ആൻഡ് സേവ് ദാറ്റ് വിച്ച് ഈസ് ലോസ്റ്റ് ആൻഡ് റോട്ടൻ. ഈ നിമിഷം വരെയും ഏത് വൃത്തികെട്ട പാപത്തിൽ വീണ് ദൈവത്തെയും മാതാപിതാക്കന്മാരെയും ദൈവമക്കളെയും വേദനിപ്പിച്ചവരാണെങ്കിലും ശരി, മടങ്ങി വന്നാൽ സ്വർഗം സന്തോഷിക്കും. അവസാനിക്കാറായി, കാലം തീരാറായി, കർത്താവ് വരാറായി. വീട്ടിനകത്ത്, സ്വർഗരാജ്യത്തിന്റെ അകത്ത് വേണമോ പുറത്തു പോകണമോ? നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം, നിങ്ങളുടെ തലകളെ വണക്കാം. യേശു എഴുന്നേറ്റ് നിന്ന് മക്കളെ മടങ്ങി വരിക. ഏത് കൊടുംപാപിയെയും തങ്കച്ചവരയാൽ കഴുകി വിശുദ്ധീകരിച്ച് സ്വീകരിക്കാൻ യേശു തയ്യാറായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. വളരെ നിർണായകമായൊരു തീരുമാനം എടുക്കേണ്ട സ്വർഗീയമായ സമയം, വളരെ നിർണായകമായ തീരുമാനമെടുക്കേണ്ട സ്വർഗീയ സമയം. ഹല്ലേലൂയ. ഓരോരുത്തരെയും വ്യക്തിപരമായി പേർ ചൊല്ലി വിളിച്ചുകൊണ്ട് സ്നേഹവാത്സല്യത്തോടെ ഇതുവരെ കർത്താവിനെ വേദനിപ്പിച്ചവരോട് കർത്താവ് വളരെ കരുണയോടെ അപേക്ഷിക്കുകയാണ്, മക്കളെ മടങ്ങി വരിക. ദി ഡോർ ഈസ് ഓപ്പൺ. ഹല്ലേലൂയ. പാപത്തോട് യാത്ര പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ഇന്ന് മടങ്ങി വന്ന് ഒരു പുതിയ അധ്യായം തുടങ്ങുവാൻ തീരുമാനിക്കുന്നവർക്ക് മാത്രം ഒന്ന് കരമുയർത്താമോ? ഹല്ലേലൂയ. എനിക്കറിയാൻ വയ്യ ആരെല്ലാമാണെന്ന്. ഹല്ലേലൂയ. പാപിയുടെ മാനസാന്തരം കണ്ട് സ്വർഗം സന്തോഷിക്കട്ടെ. ഹല്ലേലൂയ. ഒരാള് പുറത്തും ഒരാൾ അകത്തും നിങ്ങൾക്ക് ഇപ്പോൾ സ്വർഗരാജ്യത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ദൈവത്തിന്റെ പ്രിയ മക്കളായി തീരാൻ ദൈവം ഒരവസരം തന്നിരിക്കുകയാണ്. നാളെ ഒക്കുവോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനും എന്റെ കരം ഉയർത്തോ. ഹല്ലേലൂയ. പാപത്തോട് യാത്ര പറഞ്ഞ്, പിശാചിനോട് യാത്ര പറഞ്ഞ്, അശുദ്ധിയോട് യാത്ര പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് ദൈവത്തിന്റെ പ്രിയ മക്കളായി സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ഇന്നു മുതൽ തീരുമാനമെടുക്കുന്ന ദൈവമക്കൾക്ക് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ.